Dear students, today we are going to discuss the second lesson from our second topics, inverse trigonometry function. Actually, this is the continuation of the lesson trigonometry function that we have learned in our plus one standard. Anyhow, what we do that, I'll give you the explanation of each question and also I support the corresponding theory regards to each question. Okay. Anyhow, we can come to the first question. Before getting to the answers of this question, we should have to know the exact theories of trigonometry function that we have learned in our plus one standard. If you are good at trigonometry, then this question from inverse trigonometric function become more easier. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ എൻട്രൻസിൻ്റെ ലെവലിൽ സംസാരിക്കുകയാണെങ്കിൽ കേരള എൻട്രൻസിന് ഏകദേശം നമുക്ക് 4 ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജെയുടെ ലെവൽ വെച്ച് പറയുകയാണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ കാൽക്കുലസിലും അതേപോലെ ഇൻ്റഗ്രൽ കാൽക്കുലസിനെയും കണക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ലെസണും കൂടിയാണ്. ഏതായാലും നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഇതിൻ്റെ വാല്യൂ കാണാനാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്ന് നോക്കാം. ഏതായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, tan inverse of 1 plus cos inverse of -1/2 plus sin inverse of -1/2. This is the question. Anyhow, first of all, you should go through the question. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ടാൻ എടുത്താൽ 1 കിട്ടുന്ന -π/2 പോസിറ്റീവ് π/2 ഇടയിൽ വരുന്ന ആംഗിൾ ഏതാണ്? ദാറ്റ് ഈസ് 45 ഡിഗ്രി. ഇനി ഈ ലാസ്റ്റ് 2 ടേമും കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. അതിന് നമ്മൾ പഠിച്ച റിലേഷൻ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് π/2 ആണ്. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ആണെങ്കിൽ π/2 ദാറ്റ് ഈസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ 45 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇത് 135 ഡിഗ്രിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3π/4 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മളെ ഓപ്ഷൻ വരിക ബി എന്ന് പറയുന്നതാണ്
ഇതിൻ്റെ എക്സാക്ട് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂസ് അറിയാമോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ പ്രിൻസിപ്പൽ വാല്യൂ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ദ ഗിവൺ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾ ഫിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അതിലൊരു ശ്രദ്ധ വേണ്ടത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ പെടുന്ന നമ്പേഴ്സ് ആവണം എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇതിൻ്റെ റേഞ്ചാണ് ക്വസ്റ്റ്യൻ. റേഞ്ച് പറയാൻ ആദ്യം ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ നമ്മൾ തീരുമാനിക്കും. സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ക്ലോസ് ഇൻ്റർവെൽ -1 to 1. ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ദി എൻ്റയർ റിയൽ നമ്പർ. സീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് ദി നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് പോസിറ്റീവ്. ഇങ്ങനെ സം ഓഫ് ഫങ്ഷൻസ് വന്നാൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈനുകളുടെ ഇൻ്റർസെക്ഷനാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മൂന്ന് സെറ്റിനും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് -1ഉം അതേപോലെ മറ്റൊരെണ്ണം +1ഉമാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എക്സ് -1ഉം അതേപോലെ എക്സ് +1ഉം ആകുമ്പോഴുള്ള ഫങ്ഷൻസിൻ്റെ വാല്യൂസാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന്, എക്സ് -1 ആകുമ്പോൾ, അതായത് എഫ് ഓഫ് -1 ആകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് -1 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് -1 പ്ലസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -1 എന്ന്. സൈൻ ഇൻവേഴ്സ് ഓഫ് -1 -90 ഡിഗ്രി, ടാൻ ഇൻവേഴ്സ് ഓഫ് -1 -45 ഡിഗ്രി, സീക്ക് ഇൻവേഴ്സ് ഓഫ് -1 എന്നത് 180 ഡിഗ്രിയാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അതിന് നമുക്ക് π/4 എഴുതാം. ഇതാണ് റേഞ്ചിൽ വരുന്ന ഒരു വാല്യൂ. ഇനി എക്സിൻ്റെ പൊസിഷനിൽ 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1 സൈൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 1. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 90 ഡിഗ്രി, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 45 ഡിഗ്രി, സീക്ക് ഇൻവേഴ്സ് ഓഫ് 1 0 ഡിഗ്രി. 135 ഡിഗ്രി എന്ന് വരും. 3π/4. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്നത് ഒന്ന് π/4 ആണ്, മറ്റൊരു വാല്യൂ 3π/4 ആണ്. പിന്നെ 2 തരം ആൻസേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് സി എന്നതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻ. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/9. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy. ഇതിൽ XY എന്ന പ്രോഡക്റ്റ് 1നേക്കാൾ സ്മോളർ ആകും. നമ്മുടെ ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/9. ഇതിലെ 1/4നെ എക്സ് ആയും 2/9 വൈ ആയി എടുത്തു കഴിഞ്ഞാൽ XY 1/4 × 2/9 2/36 വരും. 1നേക്കാൾ സ്മോളറാണ്. അതുകൊണ്ട് ഈ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/4 പ്ലസ് 2/9
divided by 1 minus 1 by 4 into 2 by 9 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ tan inverse of 17 by 34 എന്ന് വരും. tan inverse of 1 by 2. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. ഡി എന്നത് ഇതിലെ ഒരു ഓപ്ഷനാണ്. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് ഹാഫ് ഓഫ് എന്ന മോഡലിൽ ഒരു 3 ആൻസർ ഉണ്ട്. അതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. ഹാഫ് ഓഫ് ഇങ്ങനെ മാറ്റി 2 tan inverse of 1 by 2. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. 2 tan inverse of x-നെ സൈൻ ഇൻവേഴ്സിലോട്ട് മാറ്റാം, കോസ് ഇൻവേഴ്സിലോട്ട് മാറ്റാം, ടാൻ ഇൻവേഴ്സിലോട്ട് മാറ്റാം. അങ്ങനെ 2 tan inverse of x-നെ ടാൻ ഇൻവേഴ്സിലോട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2x by 1 minus x square എന്ന് മാറ്റി എഴുതാം. ആ മോഡൽ ഇതാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 2x 2 into 1 by 2 by 1 minus x square 1 minus 2 square half of tan inverse of സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4 by 3 എന്ന് വരും. ഇതൊരു ആൻസറാണ്. ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. tan inverse of 4 by 3 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ 4, അഡ്ജസൻറ്റ് സൈഡിൽ 3, അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 5 വരും. അപ്പോൾ ഇതിനെ സൈൻ ഇൻവേഴ്സിൽ എഴുതാണെങ്കിൽ 4 by 5 എന്ന് എഴുതാം. ഇനി കോസ് ഇൻവേഴ്സിലോട്ട് മാറ്റുകയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് 3 by 5 എന്നും എഴുതാം. ഈ ആൻസറുകൾ ഇതിലുണ്ടോ നോക്കാം. ഹാഫ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് 3 by 5 അത് കാണുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഹാഫ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3 by 5 അങ്ങനെ ശരിയല്ല. ഹാഫ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3 by 5 അതും ശരിയല്ല. അപ്പോൾ ഇത് 2 ആൻസേഴ്സ് ആണുള്ളത്. ഒന്ന് ഓപ്ഷൻ എയും അതേപോലെ മറ്റത് ഓപ്ഷൻ ഡിയുമാണ്. അങ്ങനെ 2 ആൻസേഴ്സ് വന്നു. സാധാരണ കേരള എൻട്രൻസിൽ ഇങ്ങനെ മൾട്ടി ആൻസർ ടൈപ്പ് ചോദിക്കാറില്ല. ജെയുടെ അഡ്വാൻസിലൊക്കെ മൾട്ടി ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ മൾട്ടി ടൈപ്പ് ആൻസേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഏതൊക്കെ ചോയ്സുകളാണോ ശരി അവരൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യന് മാർക്ക് കിട്ടുള്ളൂ. പാർഷ്യൽ ആൻസറിങ്ങിന് മാർക്കില്ല എന്നതാണ് പ്രത്യേകത. ഇനി നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് കോസ് ആൽഫ മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു എക്സ്. ദെൻ സൈൻ എക്സ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സൈൻ എക്സിനെ ആൽഫ ബൈ 2ൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നോക്കാം. നമ്മളെ ക്വസ്റ്റ്യന് കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് കോസ് ആൽഫ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് കോസ് ആൽഫ ഈക്വൽസ് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ കോട്ട് ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സിന്റെ ടേമിലേക്ക് മാറ്റിയതാണെങ്കിൽ 5/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് കോസ് ആൽഫ എന്ന് മാറ്റിയത് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് കോസ് ആൽഫ which is equal to x. Therefore 5/2 ഈ എക്സ് ലെഫ്റ്റിലോട്ട് വന്നു. ഈ ടാൻ ഇൻവേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ 2 tan inverse of root cos alpha എന്നെഴുതി. ഓക്കെ, that is 5/2 minus of x into 2 tan inverse of x-നെ സൈൻ ഇൻവേഴ്സിലോട്ട് റീറൈറ്റ് ചെയ്യുമ്പോൾ 2x by 1 plus x square എന്ന് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് കോസ് ഇൻവേഴ്സിന്റെ ടേമിൽ മാറ്റിയത്. അപ്പൊ കോസ് ഇൻവേഴ്സിലേക്കാണ് ഇതിനെ മാറ്റുന്നത് എങ്കിൽ 2 tan inverse of x is equal to
cos inverse of 1 minus x square by 1 plus x square എന്നത്. ഈ റിസൾട്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ cos inverse of 1 minus x square root cos alpha the whole square divided by 1 plus root cos alpha squared എന്ന് നമുക്ക് എഴുതാൻ പറ്റും. That is pi by 2 minus x is equal to cos inverse of 1 minus root cos alpha the whole square, that is cos alpha. 1 plus root cos alpha the whole square, that is cos alpha. Therefore, cos of pi by 2 minus x equal 1 minus cos alpha by 1 plus cos alpha. Cos of pi by 2 minus x എന്നത് sin x ആണ്. ഹാഫ് ആംഗിളിലേക്ക് റീറൈറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഓപ്ഷനിലുണ്ട്. അതുകൊണ്ട് 1 മൈനസ് കോസ് ആൽഫനെ 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ബൈ 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഈ ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കാം. ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഓപ്ഷൻ എ എന്നതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. 5th ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ് നമ്മൾ 5th ക്വസ്റ്റ്യൻ നോക്കാം. ഈ 5th ക്വസ്റ്റ്യനിൽ ഒരു ട്രിഗണോമെട്രിക്കൽ, എസ്പെഷ്യലി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ട്രിഗണോമെട്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫിക്സ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യനെ ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 1 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് 1 ഈക്വൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതി. ലെഫ്റ്റിലുണ്ടായിരുന്ന ആ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ റൈറ്റിലോട്ട് എടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 1 മൈനസ് എക്സ് വൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നു. എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ 3x ഇൻറ്റു എക്സ്. ടാൻ ഇൻവേഴ്സ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ബ്രാക്കറ്റുകൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1 സ്ക്വയർ 1 എന്ന് വന്നു ഈക്വൽസ് 2x ബൈ 1 പ്ലസ് 3x സ്ക്വയർ എന്ന് വരും. ഇതിൽ നിന്നും കിട്ടുന്ന ഒരു ആൻസർ ന്യൂമറേറ്റർ ആവുന്ന 2x 0 ഈക്വൽ ആവുന്നതാണ്. അതേപോലെ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് 2 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3x സ്ക്വയർ എന്ന് വരും. അപ്പോൾ 4x സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വരും. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 1/4 ആണ്. എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് വരും. ഈ 3 വാല്യൂസ് നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ പോസ്റ്റ് ചെയ്ത് നോക്കാം. 3നും ഇത് ശരിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസുകൾ വെരി ക്ലിയർ. 0 പ്ലസ് ഓർ മൈനസ് 1/2 എന്ന ഓപ്ഷൻ ഡി ആണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. 6ാമത്തെ ക്വസ്റ്റ്യന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോസ് ഇൻവേഴ്സ് ഓഫ് എന്ന ഒരു എക്സ്പ്രഷൻ ലെഫ്റ്റിൽ വന്നിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അതേപോലെ കോസ് ഇൻവേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് കാണുന്നത്. ക്വസ്റ്റ്യന് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ഈക്വൽ
cos inverse of x by 2 minus cos inverse of x. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോസ് ഇൻവേഴ്സിൻ്റെ അകത്ത് വന്ന നമ്പർ ഒരു പോസിറ്റീവ് നമ്പറാണ്. കാരണം എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 പോസിറ്റീവ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനോട് ഈക്വൽ ആവുന്ന കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കോസ് ഓഫ് എക്സ് ബൈ 2 എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിനേക്കാൾ വലുതാണ്. ഗ്രാഫ് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ആംഗിളുകളൊക്കെ തന്നെ 0ക്കും പൈ ബൈ 2വിനും ഇടയിൽ വരണം. ഇതിൽ രണ്ടുപേരും 0ക്കും പൈ ബൈ 2വിനും ഇടയിൽ വരണം. 0ക്കും പൈ ബൈ 2വിനും ഇടയിൽ വരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ എക്സ് ബൈ 2 എന്നതിൻ്റെ വാല്യൂ -1നും +1നും ഇടയിലാവണം. എക്സിൻ്റെ വാല്യൂവും അതേപോലെ -1നും +1നും ഇടയിൽ വരണം. അപ്പോൾ ഇതിനെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാനുള്ളത് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് <= 1 വരും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്നത് ഓപ്ഷൻ എയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എഴുതാനാണ് പറയുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈ, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. കണ്ടീഷന് എക്സ് വൈയേക്കാൾ വലുതാണ്, വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈ ബൈ എക്സ് എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാകും, പോസിറ്റീവ് നമ്പറായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻ നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലെ തിയറി നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യ ടേമിന് ചേഞ്ച് ഒന്നുമില്ല. സെക്കൻഡ് ടേമിലെ ന്യൂമറേറ്ററിൽ എല്ലാ ടേമിനെയും ഞാനൊരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് തന്നെ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ ഈ വൈ ബൈ എക്സ് എന്ന് പറയുന്നത് 1നേക്കാൾ സ്മോളറാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ ഇവിടെ തന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്ന ഐഡന്റിറ്റി തിരിച്ച് ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്നത് 45 ഡിഗ്രിയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈ, ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സിനെ കോട്ട് ഇൻവേഴ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ റെസിപ്രോക്കലായി -45 ഡിഗ്രിന് എഴുതി. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈ പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് π/2 ആണ്, -π/4. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് π/4 കിട്ടും. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്ന് ഇത് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 8th ക്വസ്റ്റ്യൻ നോക്കാം. കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇത് നമ്മൾ +1 പഠിച്ചിരിക്കുന്ന ട്രിഗണോമെട്രിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേസമയം ഇത് പല എൻട്രൻസിന് ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളുടെ സ്കില്ല് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്.
Sine of cot inverse of x equals നോക്കാം cos of tan inverse of sin of sin inverse of x എന്നതാണ് നമ്മുടെ ഐഡന്റിറ്റി എക്സിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സിലോട്ട് മാറ്റണം. അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സിനെ തീറ്റ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വിചാരിക്കാം. എക്സിനെ നമുക്ക് എക്സ് ബൈ 1 എന്ന് എഴുതാം. അപ്പോൾ അഡ്ജസ്റ്റന്റ് സൈഡ് എക്സ് ഓപ്പോസിറ്റിൽ 1. പൈത്തഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് √1 + x² വരും. അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് മാറ്റി. അപ്പോൾ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അപ്ലൈയിങ് ഐഡന്റിറ്റി 1/√1 + x². വീണ്ടും നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന ആ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാൻ ഇൻവേഴ്സിനെ നമുക്ക് കോസ് ഇൻവേഴ്സിലോട്ട് മാറ്റാം. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√1 + x² തീറ്റ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√1 + x² എന്ന് വരും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ 1നെ എടുക്കാം, അഡ്ജസ്റ്റന്റ് സൈഡിൽ √1 + x² എടുക്കാം. അപ്പോൾ പൈത്തഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ആണെങ്കിൽ ഇതിനെ √2 + x² എന്ന് എഴുതാം. അപ്പോൾ ടാൻ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ അഡ്ജസ്റ്റന്റ് സൈഡ് √1 + x² ബൈ √2 + x² എന്ന് എഴുതാം. ഓക്കെ, √2 + x² എന്ന് എഴുതാം. വീണ്ടും ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ √1 + x² ബൈ √2 + x² എന്ന് വന്നു. ഒരു ഒറ്റ റൂട്ടിനകത്ത് എഴുതുമ്പോൾ 1 + x² ബൈ 2 + x² എന്ന് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി എന്നതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ.